ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. സോ എൻ്റെ കയ്യിലിരിക്കുന്നു മോട്ടോറോളയുടെ എഡ്ജ് 60 സ്റ്റൈലസ്. മോട്ടോറോള ഈ വർഷം 5 ഫോണാണ് ഇറക്കാൻ പോകുന്നത്. ഒന്ന് ഇത് ഇറക്കി, ഇന്നൊരു എഡ്ജ് 60 ഇറങ്ങും, എഡ്ജ് 60 പ്രോ ഇറങ്ങും, ഇനി ഒരു എഡ്ജ് 60 ഫ്യൂഷൻ വരും, നിയോ വരും. എൻ്റെ അപ്പം ഞാൻ 5 ഫോൺ, ഇതെല്ലാം 20,000 to 35,000 വരെ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ സാധനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ ഞോണ്ടണ പേനയുണ്ട്. ഇത് വെച്ചിട്ട് ഞോണ്ടാം, വരയ്ക്കാം, എഴുതാം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യാം. എന്തൊരു ഉന്തം വേണമെങ്കിലും ഇത് ചെയ്യാം. എനിക്ക് ആകെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു സാധനം, ഇതിൽ ഹെഡ്ഫോൺസ് ജാക്ക് വരുന്നുണ്ട്. നമുക്ക് 2 ടെറാബൈറ്റിൻ്റെ സപ്പോർട്ട് വരുന്ന ഒരു മെമ്മറി കാർഡ് നമുക്കിതിലിടാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 2ൻ്റെ ചിപ്സെറ്റാണ് വരുന്നത്. സോ BGMI കളിക്കുന്നവർക്ക് 60 FPSൻ്റെ ഗെയിം പ്ലേ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും, വിച്ച് ഇസ് ബെറ്റർ ദാൻ 40 FPS ഗെയിം പ്ലേ. പിന്നെ അത്യാവശ്യം സ്മൂത്ത് ആൻഡ് സ്നാപ്പിയൊക്കെയാണ്. നല്ലൊരു OLED പാനലാണ് ഡിസ്പ്ലേ ആയിട്ട് കൊടുത്തേക്കുന്നത്. POLED പ്ലാസ്റ്റിക് OLED ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം കുറച്ച് ബ്ലോട്ട് വെയർസ് ഒക്കെ ഇൻബിൽട്ടായിട്ട് കുറച്ച് ഗെയിംസ് ഒക്കെ നമുക്ക് മോട്ടോറോള തരുന്നുണ്ട്. സ്നേഹമാണ് അത്, വേറെ ബ്ലോട്ട് വെയർ അല്ല, ഒരു സ്നേഹം. പിന്നെ മോട്ടോറോളയുടെ AI പരിപാടികളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ബാക്കിൽ 50 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും, വിച്ച് ഇസ് വേസ്റ്റ്. ആ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും. മറ്റേ 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് ഫോട്ടോസ് എടുക്കാം. പിന്നെ ഡിജിറ്റൽ 2x ആണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, ബാക്കിൽ 4K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. ചാർജിങ് സ്പീഡ് 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ പെട്ടിയിലകത്തുണ്ട്. ടൈപ്പ് മറ്റേ PD ചാർജറാണ്. നിങ്ങൾക്ക് ആ ചാർജർ വെച്ച് തന്നെ ലാപ്ടോപ്പൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് എന്തിനാണ് ഇതിൻ്റെ അകത്തുള്ളത്, കേസ് തരുന്നില്ല. വയർലെസ് ചാർജിങ് ഉണ്ടോ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. IP68ൻ്റെ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. 5000 mAhൻ്റെ ബാറ്ററി തുടങ്ങിയ സാധനങ്ങളാണ്. ബട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UFS 2.2 LPDDR4X റാമുമാണ്. UFS 2.2 ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറേ നാൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ വെയർ ആൻഡ് ടയർ വരാൻ വളരെ കഠിനമായിരിക്കും. സോ മോട്ടോറോളയുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കിട്ടി, ഇല്ലെങ്കിൽ ജെട്ടി എന്നുള്ള സെറ്റപ്പാണ്. സോ അതൊക്കെ ഓക്കെ ആണെങ്കിൽ ഞോണ്ടണ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മേടിക്കാം. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫോൺ ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രായമായിട്ടുള്ള അച്ഛൻ, അമ്മ, അമ്മാവൻ, അമ്മായി തുടങ്ങിയവർക്കാണ്. പക്ഷേ ഇതൊരു യങ് ആയിട്ടുള്ള ഒരു ക്രൗഡിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമൊക്കെ വളരെ ഹാപ്പി ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു സ്വഭാവം മാറുന്ന സമയത്ത് ഇവർ ചീത്ത വിളിക്കും, പിന്നെ ഇത് സജസ്റ്റ് ചെയ്തവനെ ചീത്ത വിളിക്കും, പിന്നെ കമ്പനിയെ ചീത്ത വിളിക്കും. അങ്ങനെ ചീത്തവിളിയുടെ ഒരു ഉത്സവമായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് യങ്സ്റ്റേഴ്സിന് വേറെ ഏതെങ്കിലും ഫോൺ എടുക്കാം. അതല്ലാതെ കുറച്ച് വളരെ കാഷ്വലായിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ചേട്ടന്മാർ, ചേച്ചിമാർക്കൊക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അവർക്ക് ഞോണ്ടണ സാധനമൊക്കെ കാണുമ്പോൾ മോനെ ഇത് കൊള്ളാൻ കേട്ടാ എന്നൊക്കെ പറഞ്ഞിരുന്ന് ആ ഒരു കാര്യങ്ങൾ സെറ്റ് ആയിക്കോളും. ഞാനൊരു ലോങ് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ അതിനൊരു വെർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങളെ സമയം കളയാൻ എനിക്ക് താല്പര്യം. അതുകൊണ്ടാണ് ഒരു ഷോർട്സ് ആൻഡ് റീലായിട്ട് ഞാനിത് ഇടുന്നത്. കൊള്ളാം, പക്ഷേ ഫോർ എ വെരി നീഷ് കസ്റ്റമേഴ്സ്. അപ്പോൾ അതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്.